എനിക്കൊന്നുമില്ല, എനിക്ക് ആരും പേടിയില്ല, അതാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. വേണ്ട വേണ്ട കാത്തു വേണ്ട, എനിക്ക് പേടി, എനിക്ക് അവരിങ്ങനെ വിചാരിക്കും, ഇവരിങ്ങനെ വിചാരിക്കും, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട. നമ്മൾ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. എല്ലാവർക്കും വിമൻസ് ഡേ, ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി ആയിട്ടിരിക്കാം. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വിമൻസ് ഡേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്നത്. എനിക്ക് ഒരു വിമൻസ് ഡേക്കും എനിക്ക് പ്രോഗ്രാമിന് പോകാൻ പറ്റിയിട്ടില്ല. എന്നെ ഒരുപാട് പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പക്ഷെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അടിപൊളി. അത് മെഡിക്കൽ കോളേജിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ ചേച്ചി മായ ചേച്ചി, നിങ്ങളുടെ എല്ലാവരും സുഹൃത്ത് ചേച്ചി, ഒരുപാട് സന്തോഷം. വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി അന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ടാവും, ഞാനത് നോക്കട്ടെ, ക്യാൻസൽ ചെയ്തിട്ട് വരാമെന്ന് ഓർത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ് വിമൻസ് ഡേക്ക് ഇങ്ങനെ പോകണം എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ആത്മവിശ്വാസം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പം മായ ചേച്ചിക്ക് ആത്മവിശ്വാസം കുറച്ച് കുറവാണ്, കുറച്ചല്ല നല്ലതുപോലെ കുറവാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം അന്തരീക്ഷരാന്ന്. കാരണം പേടിയാണ്, വണ്ടി ഓടിക്കും, ഡ്രൈവ് എല്ലാം ചെയ്യും, പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ വേണ്ട കാത്തു വേണ്ട, എനിക്ക് പേടി, എനിക്ക് അവരിങ്ങനെ വിചാരിക്കും, ഇവരിങ്ങനെ വിചാരിക്കും, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസം പുള്ളിക്കാരത്തേക്ക് ഒട്ടും ഇല്ലാത്ത ഒരാളാട്ടോ, സത്യമുള്ള കാര്യം പറയാണ്. അപ്പൊ അത് മാറ്റി വെക്കുക. നമ്മൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലൈഫിൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല. എക്സാമ്പിൾ ഞാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നുമില്ല, എനിക്ക് ആരും പേടിയില്ല, അതാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് അച്ഛനമ്മയൊക്കെ പേടിയുണ്ട്. എന്നാലും ലൈഫിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലൈഫിൽ, പ്രത്യേകിച്ച് ഈ ലേഡീസ്, അവർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ വീട്ടിലെ പുരുഷന്മാർ പറയും വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ഡോർ തുറന്ന് കിടക്കുക, നമുക്ക് എന്ത് ലൈഫിൽ നമുക്ക് എന്ത് നേടാം ഉള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ട്. കഴിവുണ്ടെങ്കിൽ കഴിവെന്നല്ല, നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് നേടാൻ പറ്റും. മറ്റുള്ളവർ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. അതാണ് അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഒന്ന് പറയാം. നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന പോലെ നമ്മൾ ജോലി, ഇപ്പൊ പറയും പെൺകുട്ടികളായി സ്ത്രീകളായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒറ്റക്കാലിൽ നിൽക്കണം. ശരി, എന്നുള്ള കാര്യമാണ്. ജോലി വേണം, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, പിന്നെ അങ്ങനെയൊക്കെ വിചാരിക്കും. അതിനേക്കാൾ ഉപരി വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. ഇത് മൂന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, നമ്മുടെ ലോകം അടിപൊളിയായിട്ട് പോകും. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ തെറ്റ് ചെയ്തു കുഴപ്പമില്ല എന്നല്ലേ പറയണം. തെറ്റ് തന്നെ അംഗീകരിക്കാനും കൂടെ പഠിക്കണം. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ പഠിക്കണം. അത്രയല്ല എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി.